ഏറ്റുമാനൂർ നഗരസഭ 10ാം വർഷത്തിലെത്തുമ്പോഴും വികസന രംഗത്ത് കാര്യമായ പുരോഗതി ഉണ്ടായിട്ടില്ലെന്ന് അഭിപ്രായമുയരുന്നു. തിരികെ ഗ്രാമപഞ്ചായത്താക്കി മാറ്റുന്നതാണ് നല്ലതെന്ന് ചില ജനപ്രതിനിധികൾ അടക്കമുള്ളവർ അഭിപ്രായപ്പെടുന്നു. ഏറ്റുമാനൂർ നഗരസഭയിലെ BJP കൗൺസിലർ സുരേഷ് വടക്കേടം, BJP ഏറ്റുമാനൂർ മണ്ഡലം മുൻ പ്രസിഡന്റും നിലവിൽ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്ര ഉപദേശക സമിതി സെക്രട്ടറിയുമായ മഹേഷ് രാഘവനും ഇതേ അഭിപ്രായക്കാരാണ്. 10 വർഷമായി ഏറ്റുമാനൂർ ഈ പഞ്ചായത്ത് ആയിരുന്നത് മുനിസിപ്പാലിറ്റിയാക്കി മാറ്റിയത്. ഈ 10 വർഷക്കാലത്ത് ഇവരുടെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഒരു പഞ്ചായത്തിൻ്റെ പ്രവർത്തനത്തെക്കാളും വില കുറഞ്ഞ താഴ്ന്ന നിലവാരത്തിലുള്ള പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. മുനിസിപ്പാലിറ്റിയിൽ തന്നെ ഇത് C ഗ്രേഡ് ആണോ D ഗ്രേഡ് ആണോ എന്ന് അറിയത്തില്ല. ഈ 10 വർഷക്കാലവും കോൺഗ്രസ്സാണ് ഭരിച്ചത്. ഈ ഭരണസമിതിയിൽ ഒരു പ്രതിപക്ഷത്തിൻ്റെ യാതൊരു റോളും നടക്കാത്ത രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഈ മാലിന്യം ഇതിൻ്റെ പ്രഭവ കേന്ദ്രം എന്ന് പറയുന്നത് തന്നെ ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റിയാണ്. ഈ മുനിസിപ്പാലിറ്റിയുടെ ഏറ്റുമാനൂർ നഗരത്തിലിരിക്കുന്ന മുനിസിപ്പാലിറ്റിയെ ചുറ്റിപ്പറ്റിയാണ് മാലിന്യം മുഴുവൻ കേന്ദ്രീകരിച്ച് നടക്കുന്നത്. അതിന് കൃത്യമായൊരു വ്യവസ്ഥ നടക്കുന്നില്ല. അവരിപ്പോൾ നടക്കുന്നതെന്ന് പറഞ്ഞാൽ ആ പടെ മുനിസിപ്പാലിറ്റി മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് ചീഞ്ഞ് നാറുമാണ് ഏറ്റുമാനൂർ. യാതൊരുവിധ വരുമാനമോ യാതൊരുവിധ ഉയർച്ചയോ ജനങ്ങൾക്ക് യാതൊരു ഉപകാരങ്ങളോ ഒന്നുമില്ല. ഒരുപക്ഷെ എത്രമാത്രം കാര്യങ്ങൾ ഇവിടെ ചെയ്തു കൂട്ടാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ ഷോപ്പിംഗ് കോംപ്ലക്സുകൾ ഇതൊന്നും പണിതിട്ടില്ല. മുനിസിപ്പാലിറ്റിയുടെ നിലവാരം എന്ന് പറയുന്നത് വളരെ ശോചനീയാവസ്ഥയിലേക്ക് പോവുകയാണ്. ഭരണസമ്പന്നം തന്നെയാണ് നടക്കുന്നത്. ഇത് സത്യം പറഞ്ഞാൽ ഇത് പഞ്ചായത്തിലേക്ക് തന്നെ പോകുന്നതാണ് എല്ലാവർക്കും നല്ലത്. ഈ രീതിയിൽ പോയാൽ ജനങ്ങളുടെ ഉയർച്ചയോ സാംസ്കാരികമായിട്ട് ഏറ്റുമാനൂർ നഗരത്തെ സംബന്ധിച്ച് ഏറ്റുമാനൂർ ഒരു വികസനം 10 വർഷക്കാലമായിട്ട് ഒന്നും നടന്നിട്ടില്ല. ഒന്നും കാണിക്കാനില്ല. നല്ല റോഡുകളോ നല്ല വ്യാപാര സമുച്ചയങ്ങളോ ഒന്നും നടന്നിട്ടില്ല. ഫണ്ടുകൾ മുഴുവൻ വിനിയോഗിക്കുന്ന മുഴുവൻ ഇവർ പറയുന്നത് ഒന്നും മിച്ചയില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് അതിനകത്ത് കൃത്യമായ വരവ് ചെലവ് കണക്കുകളില്ല എന്നുള്ളതാണ്. അഴിമതിയുടെ നേർരേഖ തന്നെയാണ് കാണിക്കുന്നത്. ഏറ്റുമാനൂർ നഗരസഭ കഴിഞ്ഞ വർഷം തന്നെ മാലിന്യമുക്ത നഗരസഭയായി പ്രഖ്യാപിക്കുകയുണ്ടായി. പക്ഷേ ഇന്ന് വരെ ഇത് ഒരു മാലിന്യമുക്ത നഗരസഭയായിട്ടില്ല എന്നുള്ളത് നമുക്ക് 100% ഉറപ്പിക്കാവുന്ന കാര്യങ്ങളാണ്. പല ജംഗ്ഷനുകളിലും പല റോഡുകളിലും മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുന്നത് കൊണ്ട് അത് മാറ്റാനുള്ള നടപടികളൊന്നും പ്രാവർത്തികമാക്കാൻ നഗരസഭയ്ക്ക് സാധിക്കുന്നില്ല. അതുപോലെ തന്നെ നമ്മളുടെ ബൈപ്പാസ് റോഡിലായിരുന്നെങ്കിൽ മുൻപ് മാലിന്യം തള്ളിക്കൊണ്ടിരുന്ന ആ സമയത്ത് പോവാണ് ഇത് മാലിന്യമുക്ത നഗരസഭയായിക്കൊണ്ടിരുന്നത്. ഇപ്പോഴും മാലിന്യങ്ങൾ തള്ളുന്നുണ്ട്. അനവധി ബുദ്ധിമുട്ടുകളുണ്ട്. നഗരസഭയ്ക്കായിട്ട് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? നഗരസഭയല്ല ശരിക്കും ഇതൊരു ചെറും ഒരു പഞ്ചായത്ത് മാത്രമായിട്ട് ആ ഒരു തരത്തിലാണ് നമ്മളുടെ ഏറ്റുമാനൂർ നഗരസഭ നിലനിൽക്കുന്നത്. ഇത് പഴയ പഞ്ചായത്തായിരുന്നെങ്കിൽ നമുക്ക് ജനങ്ങൾക്ക് കുറേ ലാഭങ്ങളുണ്ടാകുമായിരുന്നു. ഇത് ടാക്സും കാര്യങ്ങളുമൊക്കെ കൂടിക്കുക അല്ലാതെ റോഡുകളുടെ കാര്യത്തിലാണേലും കുടിവെള്ളത്തിൻ്റെ കാര്യത്തിലാണേലും അങ്ങനെ പല കാര്യങ്ങളിലും മുനിസിപ്പാലിറ്റി എന്നുള്ള നിലയിൽ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്നില്ല നമ്മുടെ ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റി. ഇത് ശരിക്കും പഞ്ചായത്തായിട്ട് തന്നെ നിലനിൽക്കുന്നതായിരുന്നു നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഏറ്റുമാനൂർ നഗരസഭയുടെ പ്രവർത്തനം മൂലം ജനങ്ങൾക്ക് അധിക നികുതി ബാധ്യത അല്ലാതെ നഗരസഭയുടെ സേവനങ്ങൾ ഒന്നും നൽകുവാൻ കഴിയുന്നില്ലെന്നാണ് പ്രധാന ആക്ഷേപം. തകർന്ന റോഡുകളും മാലിന്യ പ്രശ്നവും നഗരസഭാ പരിധിയിൽ രൂക്ഷമാണ്. നഗരസഭയ്ക്ക് സ്വന്തമായി കളിക്കളവും കമ്മ്യൂണിറ്റി ഹാളുമില്ല. നഗരസഭ തയ്യാറാക്കിയ ആക്ഷൻ പ്ലാൻ പ്രകാരമുള്ള ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണവും തിയേറ്റർ കോംപ്ലക്സ് നിർമ്മാണവും കടലാസ് രേഖകളായി അവസാനിക്കുകയും ചെയ്തു. ഈ സാഹചര്യങ്ങളിൽ നഗരസഭ വീണ്ടും ഗ്രാമപഞ്ചായത്താക്കി മാറ്റണമെന്നാണ് ചിലർ ആവശ്യമുയർന്നത്. ഏറ്റുമാനൂർ നഗരസഭയിൽ കഴിഞ്ഞ 2 ടേമുകളിലും UDFന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ് അധികാരത്തിലുള്ളത്. 35 നഗരസഭാ വാർഡുകളുള്ള ഏറ്റുമാനൂർ നഗരസഭയിൽ LDF, UDF, NDA പ്രതിനിധികൾക്ക് പുറമെ 3 സ്വതന്ത്ര അംഗങ്ങളുമാണ് ഉള്ളത്.